അമേരിക്കൻ വിസയുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടത്തിൻ്റെ കാലത്തുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് H-1B അല്ലെങ്കിൽ H-4 വിസയുള്ളവർ ഇന്ത്യയിലേക്കുള്ള യാത്രയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കണമെന്ന് ഒരു ഇമിഗ്രേഷൻ അഭിഭാഷകൻ നിർദ്ദേശിക്കുകയാണ്. ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് യാത്രയെക്കുറിച്ച് നന്നായി ആലോചിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഡിസംബർ 15 മുതൽ സോഷ്യൽ മീഡിയ വിവരങ്ങൾ കൂടി പരിശോധിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യയിലെ വിസ അപേക്ഷകൾക്ക് കാലതാമസം നേരിടുന്നുണ്ട്. ഈ കാലതാമസം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നോ തിരിച്ചു വരാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചോ പല തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്കും ആശങ്കയുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യയിലെ പല വിസ അപ്പോയിൻമെൻറ്റുകളും റദ്ദാക്കുകയും പിന്നീട് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്കോ അതിനുശേഷമോ മാറ്റിവെക്കുകയും ചെയ്തു. ഏപ്രിൽ മാസത്തിൽ അഭിമുഖം നിശ്ചയിച്ചിട്ടുള്ള പലരും യാത്ര തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. ഇനിയും മാറ്റിവെക്കുമോ എന്ന ഭയവും അവർക്കുണ്ട്. പുതിയ വിസ സ്റ്റാമ്പ് ലഭിക്കാതെ അമേരിക്കയിലേക്ക് തിരികെ പോകാൻ സാധിക്കാത്ത H-1B, H-4 വിസയുള്ളവർ അത്യാവശ്യമല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകനായ രാഹുൽ റെഡ്ഡി മുന്നറിയിപ്പ് നൽകുന്നത്. വിസ സ്റ്റാമ്പിങ്ങിനായി യാത്ര ചെയ്യാൻ പദ്ധതിയിടുന്നവർ ഒരു നറുക്കെടുപ്പ് നടത്തരുത്. ഏപ്രിൽ മാസത്തിലെ അപ്പോയിൻമെൻറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ആ തീയതികളും മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് എന്ന് റെഡ്ഡി പറഞ്ഞതായി ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു. യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്ന ആരും ഇന്ത്യയിൽ കൂടുതൽ കാലം താമസിക്കാൻ തയ്യാറാകേണ്ടി വരുമെന്നും എത്രയും സമയമെടുക്കുമെന്നോ പുതിയ നിയമങ്ങൾ എന്തായിരിക്കുമെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണ അപ്പോയിൻമെൻറ്റിനായി കാത്തിരിക്കാൻ സാധിക്കാത്ത അത്യാവശ്യ സാഹചര്യങ്ങളിൽ US കോൺസുലാർ ഓഫീസുകൾ ചിലപ്പോൾ അടിയന്തര വിസ അപ്പോയിൻമെൻറ്റുകൾ അനുവദിക്കാറുണ്ട്. ഇത് ലഭിക്കുന്നത് ലഭ്യമായ സ്ലോട്ടുകളെ ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ അടിയന്തര ഓപ്ഷനുകൾ നിലവിൽ പരിമിതമാണെന്ന് റെഡ്ഡി സൂചിപ്പിച്ചു. കുടുംബപരമായ അടിയന്തര സാഹചര്യങ്ങൾ എപ്പോഴും ഇതിന് മാനദണ്ഡമായിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടിയന്തര സാഹചര്യം എന്നത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചാണ്, അമേരിക്കയിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ചല്ലെന്നും അഭിഭാഷകൻ വിശദീകരിച്ചു. അമേരിക്കയ്ക്ക് പുറത്ത് കുടുങ്ങിക്കിടക്കുമ്പോൾ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചും റെഡ്ഡി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിലായിരിക്കുമ്പോൾ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ മറ്റൊരു കമ്പനിയിൽ ജോലി കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ തൊഴിലുടമയ്ക്ക് ഒരു പുതിയ ഹർജി ഫയൽ ചെയ്യുകയും $1,00,000 H-1B ഫീസ് അടയ്ക്കുകയും വേണം. ഇത് പല കമ്പനികളും ചെയ്യാൻ തയ്യാറാകില്ല. പല H-1B, H-4 വിസയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി കരുതിയിരുന്ന യാത്രകൾ ഇപ്പോൾ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. 2026 വരെ നീണ്ടു നിൽക്കുന്ന അനിശ്ചിതത്വമാണ് അവരുടെ യാത്രാ പദ്ധതികളെ ബാധിക്കുന്നത്. ചുരുക്കത്തിൽ ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള പുതിയ വിസ നയങ്ങളും സോഷ്യൽ മീഡിയ പരിശോധന കർശനമാക്കിയതും വിസ സ്റ്റാമ്പിംഗ് പ്രക്രിയയെ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. 2026 പകുതി വരെ ഈ അനിശ്ചിതത്വം തുടരാൻ സാധ്യതയുണ്ട്. അത്യാവശ്യ സാഹചര്യങ്ങളില്ലാതെ H-1B, H-4 വിസയുള്ളവർ ഇന്ത്യയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നതാണ് നിലവിലെ ഏറ്റവും സുരക്ഷിതമായ മാർഗം. വിസ സ്റ്റാമ്പിംഗ് ലഭിക്കാതെ തിരികെ പോകാൻ കഴിയില്ലെന്നത് വലിയൊരു റിസ്ക്കാണ്. നിലവിൽ ഏപ്രിൽ മാസത്തിലോ അതിനുശേഷമോ ലഭിച്ചിട്ടുള്ള അപ്പോയിൻമെൻറ്റുകൾ പോലും മാറ്റിവെക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ കയ്യിലുള്ള അപ്പോയിൻമെൻറ്റ് തീയതികൾ മാത്രം വിശ്വസിച്ച് യാത്ര പ്ലാൻ ചെയ്യുന്നത് അപകടകരമാണ്. ഇന്ത്യയിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ $1,00,000 ഫീസ് നൽകി പുതിയൊരു സ്പോൺസർഷിപ്പ് കണ്ടെത്തുക എന്നത് പ്രായോഗികമായ പ്രയാസകരമാണ്. എമർജൻസി വിസകൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഇപ്പോൾ വളരെ കർശനമാണ്. ഇന്ത്യയിലേക്കുള്ള യാത്രയെ അടിസ്ഥാനമാക്കിയാണ് ഇവ നൽകുന്നത്. മറിച്ച് അമേരിക്കയിലേക്കുള്ള മടക്കയാത്ര മുൻനിർത്തിയല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അമേരിക്കയിലെ വിസ നിയമങ്ങളിൽ വ്യക്തത വരുന്നതുവരെയും കോൺസുലർ സേവനങ്ങൾ സാധാരണ നിലയിലാകുന്നതുവരെയും ഇന്ത്യയിലേക്കുള്ള യാത്രകൾ മാറ്റിവെക്കുന്നതാണ് പ്രവാസികൾക്ക് തങ്ങളുടെ ജോലിയും താമസ സൗകര്യവും സുരക്ഷിതമാക്കാൻ നല്ലത്. ഒരു വിദേശ രാജ്യത്ത് നിയമപരമായ പദവി നിലനിർത്തുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ്.